ഓ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഒരു ഉദാഹരണം പറയുകയാണ്. ശംഊൻ അലൈഹിസ്സലാം തീരെ പ്രസവിക്കാത്തൊരു പെണ്ണിന് കുട്ടിയെ കിട്ടണമെന്ന് എന്തൊരാശയായിരിക്കും. അങ്ങനെ ഒരുപാട് കാലം പ്രസവിക്കാത്ത പെണ്ണ് സുമ്മ വലദത് ഗുലാമൻ, ആ പെണ്ണൊരു ദിവസം ഒരു കുട്ടിയെ അങ്ങ് പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ ഈ പെണ്ണെന്ന് മനസ്സിലാക്കി ഈ കുട്ടിയെ പെട്ടെന്ന് വളർത്തണം. അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് വളരണോന്ന് മനസ്സിലാക്കി നല്ല പത്തിരി ചുട്ടിട്ട് ഈ കുട്ടിക്ക് തിന്നാൻ കൊടുത്തു. അതേ, പെട്ടെന്ന് കുട്ടി വളരണം എന്നുള്ള നിലക്ക് നല്ല പത്തിരി ചുട്ടിട്ട് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് അതാ പത്തിരി കൊടുത്തു. ഖബ്ല അവാനിഹി, സമയമാകുന്നതിന് മുമ്പ് കൊടുത്തു. ആ കുട്ടി ആ പത്തിരി കഷ്ണം തൊണ്ടയിൽ കിട്ടി ഫമാത, അത് മരിച്ചുപോയി. ഫകദാലിക ദഅവതുകുമാ ഹാദൽ മരിക ഖബ്ല അവാനി ദുആഇ ഫഅസാബകുമുൽ ബലാ. നിങ്ങളൊരു പ്രദേശത്ത് വന്നിട്ട്, പുതിയ ഒരു പ്രദേശത്ത് വന്നിട്ട് പ്രബോധനം നടത്തുമ്പോ വന്ന ഉടനെ തന്നെ രാജാവിന്റെ മുഖത്ത് നോക്കി പറയാനുള്ളത് മുഴുവനും അങ്ങ് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ പിടിച്ച് ജയിലിലിടാതിരിക്കുമോ? നിങ്ങൾക്ക് മുസീബത്തില്ലാതിരിക്കുമോ? അതുകൊണ്ട് നിങ്ങൾക്ക് തിരക്ക് കൂടിപ്പോയി. പ്രബോധന രംഗത്ത് ഒറ്റ ദിവസം കൊണ്ട് പിഴച്ചുപോയ ജനങ്ങളെ അങ്ങ് മാറ്റിയെടുക്കാമെന്ന് ചിന്തിക്കരുത്. കുറെ ദിവസം അധ്വാനിക്കണം, ഒരുപാട് ദിവസം വളരെ മെല്ലെ മെല്ലെ കാര്യം പറഞ്ഞു കൊടുക്കണം. കണ്ടില്ലേ സഹോദരന്മാരെ, 23 കൊല്ലമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന ദൗത്യത്തിന് വേണ്ടി ഉപയോഗിച്ചത്. എന്തിനാണത്? അല്ലാഹു തആല പണ്ഡിതന്മാർക്ക് പഠിപ്പിക്കാനാണ്. കൊല്ലം കുറെ വേണം, സമയം കുറെ വേണം, പെട്ടെന്നങ്ങ് നന്നാകുന്നതല്ല. ഇത് തന്നെയാണ് എവിടെയുമുള്ള പ്രയോഗം. കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വന്തം ഭാര്യമാരെ നന്നാക്കിയെടുക്കണം. പക്ഷേ വളഞ്ഞ എല്ലുകൊണ്ടാണ് സ്ത്രീകളെ പടക്കപ്പെട്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ എല്ലുകൊണ്ടാണ്. നീ ആ പെണ്ണിനെ പെട്ടെന്നൊരു ദിവസം റെഡിയാക്കാന്ന് വിചാരിച്ചാൽ കസ്സർത്തഹു, പൊട്ടിപ്പോവും ബന്ധം, പൊട്ടിപ്പോവും. അവള് പറയും ഞാൻ എന്റെ വഴിക്ക്, നിങ്ങൾ നിങ്ങളെ വഴിക്ക് എന്ന് പറയും. അതേ സമയത്ത് നീ അവളുടെ വളവ് നീർക്കാതെ അവളെ ഇഷ്ടത്തിനങ്ങ് വിട്ടാലോ വളഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ വളവ് നീർക്കണമെങ്കിൽ അറിയാമല്ലോ, കുറെ എണ്ണ പുരട്ടണം, കുറെ മെല്ലെ മെല്ലെ തടകണം. അങ്ങനെയല്ലേ വളവ് നീർക്കാൻ കഴിയൂ. അതുപോലെ കുറെ നല്ല കാര്യങ്ങൾ പറയണം. അതെ, എണ്ണ പുരട്ടിയിട്ട് അതിന്റെ വളവ് മെല്ലെ മെല്ലെ തടകി നിർത്തിയെടുക്കുന്നത് പോലെ നിന്റെ ഭാര്യയെ നീ നന്നാക്കിയെടുക്കണം. ഇതുപോലെ പണ്ഡിതന്മാർ സമൂഹത്തെ നന്നാക്കിയെടുക്കുമ്പോ 1ന് 10 മറുപടി പറയണമെന്ന ചിന്തയോ അല്ലെങ്കിൽ അതെ ഓരോന്നിനും കടകട എന്ന സ്വഭാവമോ ഇല്ലാതെ ജനങ്ങളെ നന്നാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടണം. അതാണ് മഹാനവറുകൾ പറയുന്നത്. ഈ രാജാവിന്റെ മുമ്പിൽ പറയാനുള്ളത് മുഴുവനും ഒറ്റയടിക്ക് നിങ്ങൾ തുറന്നങ്ങ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുസീബത്ത് പറ്റി. അതിനാൽ നിങ്ങളെ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് പുറത്തിറക്കണം. അതിന് ഞാൻ ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കും എന്ന് അദ്ദേഹം പത്തിരി കൊടുക്കുന്നതിനിടയിൽ ഇവരോട് പറഞ്ഞങ്ങ് വെച്ചു. അതേ, മഹാന്മാർക്കതിൽ പാഠമുണ്ട്. എന്താ പാഠം? അനുയായികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളോട് ഞങ്ങൾ ഇതാ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, ഇന്ന രൂപത്തിൽ നീങ്ങാൻ പോകുന്നുണ്ടെന്ന് അനുയായികളോട് മെല്ലെ പറഞ്ഞു വെക്കണം. പറഞ്ഞു വെച്ചില്ലെങ്കിൽ അവർ നേതാക്കളെ തെറ്റിദ്ധരിച്ചു പോകും. അതുകൊണ്ടാണ് ആ മഹാൻ ആദ്യം തന്നെ അതാ പോയിട്ട് പറയുകയും കാണുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ആ മഹാൻ ഇറങ്ങി വന്നു. വന്നിട്ടെന്താ ചെയ്തത്? ഒരു ദേവാലയത്തിൽ വെച്ച് അതേ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിക്കുന്ന രാജാവും കക്ഷികളുമുണ്ട്. അവരാരാധനക്ക് കയറുമ്പോൾ, അവരാരാധന നടത്തുമ്പോൾ അതിനെ തടയാതെ, അവർക്കെതിരെ ഒന്നും പറയാതെ അവരൊക്കെ അവരുടെ ആരാധനകളിൽ മുഴുകിയപ്പോ ആ മഹാൻ അതിന്റെ നേരെ ഇപ്പുറത്ത് നിന്നിട്ട് അല്ലാഹുവിനാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന നിയ്യത്തോടെ അല്ലാഹുവിന് നിസ്കാരം തുടങ്ങി, അല്ലാഹുവിന് സുജൂദ് തുടങ്ങി. ആ കക്ഷികൾക്ക് തോന്നി ഇയാൾ ഞങ്ങളെ കൂട്ടത്തിലാണെന്ന്. മഹാനവറുകൾ അല്ലാഹുവിനാണ് നിസ്കരിക്കുന്നത്, അതേ വിഗ്രഹങ്ങൾക്കല്ല.
അങ്ങനെ അല്ലാഹുവിന് അദ്ദേഹം നിസ്കാരവും അതുപോലുള്ള കർമ്മങ്ങളും നടത്തി. ഇമാം സമർഖന്ദി റഹിമഹുല്ലാഹ് തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, അങ്ങനെ കുറച്ചു കാലം അവിടെ കൂടെ ഇങ്ങനെ ജീവിച്ചപ്പോ അദ്ദേഹം അതാ രോഗികളെ രോഗം സുഖപ്പെടുത്തുന്നു. വെള്ളപ്പാണ്ട് രോഗം, കുഷ്ഠരോഗം തുടങ്ങിയത് പലതും സുഖപ്പെടുത്തുന്നു. ജനങ്ങൾക്ക് വലിയ അംഗീകാരവും ബഹുമാനവും അദ്ദേഹത്തോട് വന്നു. ആ വന്ന സമയത്ത് രാജാവ് ഇദ്ദേഹത്തെ വിളിപ്പിച്ചു. നിങ്ങൾ ആരാണ്, എവിടുന്നാണെന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ ഇസ്രായേലികളിൽ ഒരൊറ്റപ്പെട്ട മനുഷ്യനാണ്, ഇവിടെയുള്ള ജനങ്ങളെ കൂടി ജീവിക്കാൻ ഉദ്ദേശിച്ചു വന്നതാണ് എന്നിങ്ങനെ മറുപടി പറഞ്ഞു. രാജാവിന് വലിയ സന്തോഷമായി. അദ്ദേഹം വളരെ ആദരവോടുകൂടെ തന്നെ രാജാവിന്റെ കൂടെ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം രാജാവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന് സ്ഥാനവും മാനവും ഒക്കെ കിട്ടിയപ്പോ രാജാവിനോട് ഒരു ദിവസം ചോദിച്ചു, ഓ രാജാവേ, രണ്ടാളുകൾ നിങ്ങളുടെ ജയിലിലുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. നിങ്ങൾ ആശയത്തെ ഇതിനെ സംസാരിച്ചത് കൊണ്ടാണ് അവർ ജയിലിലടക്കപ്പെട്ടതെന്നും എനിക്കറിയാൻ കഴിഞ്ഞു. അവരെ ഒന്ന് വിളിച്ചുകൊണ്ടുവന്നാൽ നമ്മക്കൊന്നവരുമായി സംസാരിച്ചുകൂടെ? രാജാവ് പറഞ്ഞു, എനിക്കവരെ ആശയം പറയുന്ന സമയത്ത് തന്നെ വെറുപ്പിടിച്ചിട്ട് പിന്നെ ഞാൻ അവരെ പിടിച്ച് ജയിലിലിട്ടതാണ്. അവരോട് സംസാരത്തിനൊന്നും ഞാൻ നിന്നിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഒന്ന് നമുക്ക് വിളിപ്പിച്ചുകൂടെ? ഓ വിളിപ്പിക്കാമല്ലോ. വിളിപ്പിച്ചു. മുന്നിലെത്തി. ചുരുക്കി പറയട്ടെ, മുന്നിലെത്തിയതിന് ശേഷം ചോദിച്ചു, നിങ്ങൾക്ക് എന്തേ പറയാനുള്ളത്? രണ്ടാളുകളും പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹല്ലാതെ ഇലാഹില്ല, ആരാധനക്കർഹനില്ല. ചോദിച്ചു, നിങ്ങളെ ഇലാഹിനെ കുറിച്ച് നിങ്ങളൊന്ന് നമുക്ക് വിവരിച്ചു തരൂ. അവരെ മറുപടി, ഇന്നഹു യുബ്രിഉൽ അക്മഹ വൽ അബ്റസ. ആ ഞങ്ങളെ ഇലാഹ് എന്ന് പറഞ്ഞാൽ കണ്ണിന് തീരെ കാഴ്ചയില്ലാത്തവന് കാഴ്ച ഉണ്ടാക്കി കൊടുക്കും, വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കൊടുക്കും. അപ്പൊ ശംഊൻ അലൈഹിസ്സലാം പറഞ്ഞു, അതേ, അതാണോ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന അത്ഭുതം? അതെ, എന്നാ ആ അത്ഭുതം ഞാനും പ്രകടിപ്പിക്കും. ആ അത്ഭുതം ഞാനും പ്രകടിപ്പിക്കും. നിങ്ങളൊന്ന് കാണിക്കുക അത്ഭുതം. ഉടനെ തന്നെ ഒരാളെ വിളിച്ചു, കണ്ണിന് കാഴ്ചയില്ലാത്തവരെ വിളിച്ചു. അവരതാ പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അത് ആ രോഗമങ്ങ് മാറിപ്പോയി. മഹാനായ ശംഊൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളെ മൂപ്പരും വിളിച്ചു. മൂപ്പരും തടകുമ്പോ രോഗമങ്ങ് മാറിപ്പോയി. ഇപ്പൊ എന്നെക്കാൾ വലിയ ബഹുമാനമൊന്നും നിങ്ങൾക്കില്ലല്ലോ, ഇനി എന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചു. രണ്ടാമതും അവര് പറഞ്ഞു, ഞങ്ങൾ വെള്ളപ്പാണ്ട് രോഗം ഞങ്ങളെ ഇലാഹ് സുഖപ്പെടുത്തും, അവനോട് അതാ ഞങ്ങൾ പ്രാർത്ഥിക്കും, അവൻ സുഖപ്പെടുത്തി തരും. ഓ അതാണോ നിങ്ങളപ്പോ? അവരെന്നാ അതൊന്ന് കാണട്ടെ. വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കൊടുത്തു. അപ്പോൾ തന്നെ ശംഊൻ അലൈഹിസ്സലാം ഒരു വെള്ളപ്പാണ്ട് രോഗിയെ വിളിച്ചു. മൂപ്പരും അത് സുഖപ്പെടുത്തി അങ്ങ് കാണിച്ചു കൊടുത്തു. അതെനിക്കും കഴിയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നെക്കാൾ ബഹുമാനമില്ലല്ലോ. പറയുമ്പോ ശ്രദ്ധിച്ചേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ ഇലാഹിന് കഴിയോ ഇല്ലേ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്നെക്കാൾ നിങ്ങൾക്ക് ബഹുമാനില്ലല്ലോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പറയുന്ന വാചകം, മഹാന്മാര് പറയുന്ന വാചകം അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നവർ പോയി കുളത്തിൽ വീഴും കേട്ടോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അതല്ലേ മഹാന്മാരുടെ വാക്കിന്റെ പവർ. അവർ ശ്രദ്ധിച്ചേ പറയൂ. പറഞ്ഞതിൽ ഒരിക്കലും കളവ് വരൂല. പക്ഷെ കേട്ടവര് പലതും തോന്നിയെന്ന് വരും. അത് കേൾക്കുന്നവന്റെ ബുദ്ധിമോശമാണ് കേട്ടോ. ഇരിക്കട്ടെ. മഹാനായ ശംഊൻ അലൈഹിസ്സലാം ശേഷം ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ പറയാൻ? ഉണ്ട്, പറയാനുണ്ട്. ഞങ്ങളെ ഇലാഹ് മരിച്ചവരെ ഹയാത്താക്കും. ഞങ്ങളെ ഇലാഹ് മരിച്ചവരെ ഹയാത്താക്കും. ഉടനെ ശംഊൻ അലൈഹിസ്സലാം പറഞ്ഞു, അതിനെന്നെ കൊണ്ടാവൂല, അതിനെന്നെ കൊണ്ടാവൂല. പക്ഷേ രാജാവേ, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, മരിച്ചവരെ ഹയാത്താക്കി ഇപ്പൊ കാണിച്ചു തരുമോന്ന് ചോദിച്ചു. നിങ്ങൾ ഹയാത്താക്കി തരൂ. 7 ദിവസമായി മരിച്ചൊരു മയ്യത്തുണ്ട് ഇവിടെ. ബാപ്പ എത്താത്തതുകൊണ്ട് മറവ് ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ ശരീരത്തിൽ തന്നെ പകർച്ച തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഹയാത്താക്കി തരുമോ? അവര് പറഞ്ഞു, അതെ, ആ മയ്യത്ത് കൊണ്ടുവരൂ. 7 ദിവസം മുമ്പ് മരിച്ച മയ്യത്ത് കൊണ്ടുവന്ന് മുന്നിലങ്ങ് വെച്ചു. രണ്ടാളുകളും പരസ്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ശംഊൻ അലൈഹിസ്സലാം രഹസ്യമായും ദുആ ചെയ്യുകയാണ് ഈ മയ്യത്തൊന്ന് ജീവിക്കാൻ വേണ്ടി. പക്ഷെ അത് രഹസ്യമായി മനസ്സിലാണ് ദുആ. അപ്പുറത്തുള്ളത് പരസ്യമായിട്ടാണ് ദുആ. ഓ സഹോദരന്മാരെ, എനിക്കിപ്പോ ഓർമ്മ വന്നു.
ഓലശെറ്റ് കെട്ടിയിട്ട് കുറ്റ്യാടിയിൽ ഞാൻ സിറാജുൽ ഹുദ തുടങ്ങി. അതിന്റെ ജുമഅ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞാൻ കാങ്ങാട്ട് ഉസ്താദിനെ ക്ഷണിക്കാൻ പോയി. അതുപോലെ കീന ഉസ്താദിനെ ക്ഷണിക്കാൻ പോയി, കണാരണ്ടി ഉസ്താദിനെ ക്ഷണിക്കാൻ പോയി, കാന്തപുരം ഉസ്താദിനെ ക്ഷണിക്കാൻ പോയി. എല്ലാവരും എന്നോട് പറഞ്ഞു, ഞങ്ങൾ ആരും വരുന്നില്ല, നീ അങ്ങ് തുടങ്ങിക്കോ. ഇരിക്കട്ടെ, കാങ്ങാട്ട് ഉസ്താദ് അന്ന് എന്നോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ, ഞാനിപ്പോ വന്നാൽ കുറ്റ്യാടിയാണ് പ്രദേശം, എനിക്ക് നിന്നെ പോലെ ഏറുകൊള്ളാനൊന്നും കഴിയില്ല, നീ തുടങ്ങിക്കോ. എല്ലാ സമ്മതവും തന്നു. അല്ലാഹു അവർക്കൊക്കെയും അവരിൽ വഫാത്തായവർക്കൊക്കെയും ദറജ വർദ്ധിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. രഹസ്യമായി മഹാനായ ശംഉൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. ആ രഹസ്യമായ പ്രാർത്ഥന നടക്കുന്നു. പരസ്യമായി രണ്ട് മഹാന്മാരെ പ്രാർത്ഥന, ജയിലിൽ കിടന്ന മഹാന്മാരായ അവരുടെ പ്രാർത്ഥനയും നടക്കുന്നു. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ മയ്യിത്ത് എഴുന്നേറ്റ് നിന്നു. മയ്യിത്ത് എഴുന്നേറ്റ് നിന്നു. സുബ്ഹാനല്ലാഹ്, സംസാരിച്ചു. ആ മയ്യിത്തിന്റെ ബാപ്പയാണെന്ന് പറയപ്പെടുന്നു ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു. അദ്ദേഹവും അതാ അവിടേക്ക് എത്തി അത്ഭുതങ്ങൾ ദർശിച്ചു. ആ മഹാനെത്തിയത് അതേ അപ്പോൾ ഈ ബഹുമാനപ്പെട്ട ശംഉൻ റളിയല്ലാഹു അൻഹു രാജാവിനോട് പറഞ്ഞു, അന അശ്ഹദു അന്നഹുമാ സാദിഖാനി വ അന്ന ഇലാഹുമാ ഹഖ്. ഓ രാജാവേ, ഇത് നമ്മൾ ശരിക്ക് കണ്ടില്ലേ? ഞാൻ ഉറപ്പിച്ച് അതാ പ്രഖ്യാപിക്കുന്നു, ഇവര് പറയുന്നുണ്ടല്ലോ അല്ലാഹല്ലാതെ ഇലാഹില്ലെന്ന്, അവനല്ലാതെ ഇലാഹില്ലെന്ന്. അവര് തെളിവ് വ്യക്തമായി നമുക്ക് അവരെ മുഅ്ജിസത്തിന്റെ തെളിവ് കാണിച്ചു തന്നില്ലേ? അതുകൊണ്ട് ഞാനും സാക്ഷി നിൽക്കുന്നു, ഇവര് രണ്ടാളും സത്യം പറയുന്ന മഹാന്മാരാണ്. ആ അപ്പറഞ്ഞ ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം സത്യമാണ് രാജാവേ, നമുക്കൊക്കെയും ബോധ്യപ്പെട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. അവിടെ അപ്പോഴേക്ക് ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, ഇന്ന കലിമത്തും കാനത്ത് വാഹിദ. നിങ്ങൾ എല്ലാവരും ഒരേ കമ്പനിയാണ്, നിങ്ങളൊക്കെ ഒരേ കക്ഷികളാണ്, നിങ്ങളെ എറിഞ്ഞ് കൊന്നുകളയുമെന്ന് മൂന്നാളുകളെയും അവരങ്ങ് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിപ്പെടുത്തിയപ്പോൾ സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി തെളിവുമായി വന്ന ആ മഹാന്മാരെ സഹായിക്കൽ അതേ നന്മ ഉദ്ദേശിക്കുന്നവരുടെ ബാധ്യതയല്ലേ? അതുകൊണ്ട് തന്നെ അവരെ എറിഞ്ഞു കൊല്ലാനാണ് പദ്ധതി എന്നറിഞ്ഞപ്പോ, ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നടന്ന കാര്യമല്ല, 5-10 വർഷങ്ങളെ കൊണ്ട് നടന്ന സംഭവങ്ങൾ ചുരുക്കി അങ്ങ് വിവരിച്ചതാണ്. അവസാനം അവരെ ഇന്ന കലിമത്തും കാനത്ത് വാഹിദ, എല്ലാരും പറയുന്ന ആശയം ഒന്നാണ്, അതുകൊണ്ട് മുഴുവൻ ആളുകളെയും എറിഞ്ഞു കൊല്ലണമെന്ന് അതാ അവര് പ്രഖ്യാപിച്ച വിവരം കേട്ടപ്പോ ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്ന മഹാൻ, സ്വന്തം മകൻ ജീവിച്ച് കണ്ട വ്യക്തിയാണത്. മറ്റു ചില തഫ്സീറുകളിൽ ആ മകന്റെ രോഗം മാറി കണ്ട വ്യക്തിയാണെന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും വ്യക്തമായ മുഅ്ജിസത്ത് കണ്ട് ബോധ്യപ്പെട്ട ഹബീബുൻ നജ്ജാർ, ആ ഹബീബുൻ നജ്ജാറിനെ സംബന്ധിച്ച് ആ ഖുർആൻ പറഞ്ഞത്, വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർക്കണം, ഇതിനിടയിൽ 5-10 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനിടയിൽ അവിടെ ആ പ്രദേശത്തൊരു സംഭവമുണ്ടായി. എന്താ സംഭവം? മഴയില്ലാതെയായി, വരൾച്ച ബാധിച്ചു. വരൾച്ച ബാധിച്ചപ്പോ സത്യത്തിന്റെ വിരോധികൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഈ 1-2 കക്ഷികള്, ഈ 1-2 ആളുകൾ, 2-3 ആളുകള് ഇവിടെ വന്ന് നമ്മളോട് ഈ പ്രസംഗം നടത്താൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെ നാട്ടിൽ വെള്ളം കിട്ടാണ്ടായത്. ഇവരുടെ അവലക്ഷണമാണ് നമുക്ക് വെള്ളം കിട്ടാത്തതെന്ന് ആ വിശ്വാസികൾ പറഞ്ഞു. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത്, ഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലഇല്ലം തൻതഹൂ ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. അവര് പറഞ്ഞു, ഇന്നാ തതയ്യർനാ ബികും, നിങ്ങൾ ഇങ്ങനെ ഒരു ആശയവും പറഞ്ഞു വരുന്നു, നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ അവലക്ഷണം കാണുകയാണ്. ലൈലം തന്തഹു,
നിങ്ങൾ ഈ ആശയത്തിൽ മാറുന്നില്ലെങ്കിൽ ലനർജുമന്നകും, നിങ്ങളെ എറിഞ്ഞു കൊന്നുകളയും ഒരർത്ഥമാണ്. ലനർജുമന്നകും, നിങ്ങളെ കടുത്ത തെറി പറയും, അത് മറ്റൊരർത്ഥമാണ്. ലനർജുമന്നകും, നിങ്ങളെ ദൂരെ എറിഞ്ഞു കോടിക്കളിയും, അതും വേറെ തന്നെയാണല്ലോ. അപ്പൊ വാചകങ്ങളെ കൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് തെറിവാക്ക് കൊണ്ടെറിയും, അതുപോലെ തന്നെ കല്ലുകൊണ്ടെറിയും, അതുപോലെ തന്നെ എറിഞ്ഞു കൊന്നുകളയും. ഇതൊക്കെയും അതിന്റെ തഫ്സീറുകളായി പണ്ഡിതന്മാര് പറയുന്നുണ്ട്. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, വേദനിപ്പിക്കുന്ന കഠിന ശിക്ഷ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് അനുഭവിക്കും. ഇത് പറഞ്ഞപ്പോൾ ആ മഹാന്മാരെ മറുപടി ഖാലൂ, അവര് പറഞ്ഞു ത്വായിറുകും മഅകും ഇൻ ദുകിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളെ കഴുത്തിലുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത ദുഷ്കർമ്മങ്ങളും നിങ്ങളെ ദുഷിച്ച വിശ്വാസങ്ങളും നിങ്ങളെ ദുഷിച്ച അനാചാരങ്ങളും നിങ്ങളെ ദുഷിച്ച ചെയ്തികളും സത്യം പറയുന്നവരെ എതിർക്കുന്ന നിങ്ങളെ സ്വഭാവങ്ങളും, അതേ എറിയണം, കൂക്കണം, അതേ തെറി പറയണം എന്ന ചിന്തയും, ഇങ്ങനെ നിങ്ങൾ ഏറ്റെടുത്ത ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടല്ലോ. അത് കാരണത്താൽ അതായിരിക്കാം നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തതിന്റെ കാരണം. അല്ലാതെ ഞങ്ങളെ അവലക്ഷണമാണെന്ന് പറയേണ്ട. നിങ്ങളുടെ എല്ലാ അവലക്ഷണങ്ങൾക്കും ഉള്ള നിമിത്തങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലോ. ഐന്ദുക്കിർത്തും, നിങ്ങളോട് നല്ല കാര്യം പറഞ്ഞ് ഉപദേശം നൽകപ്പെടുമ്പോൾ ഞങ്ങളെ എറിയും, ഞങ്ങളെ തെറി പറയും, ഞങ്ങളെ കുറ്റം പറയും, ഞങ്ങളെ പറ്റി നുണപ്രചരണം നടത്തും. ഇതല്ലല്ലോ പറയേണ്ടത്, അതല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നല്ലേ ചിന്തിക്കേണ്ടത്. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങളെല്ലാ അതിരുവരമ്പുകളും ലംഘിച്ച് തെറ്റുകളിൽ തന്നെ നീങ്ങുന്നൊരു സമൂഹമാണ്. ഇതാണ് ആ മഹാന്മാര് മറുപടി പറഞ്ഞത്. ഓ ഉമ്മമാരെ, ചില അന്ധവിശ്വാസങ്ങളുണ്ട്, അവലക്ഷണങ്ങളിലുള്ള ചില അന്ധവിശ്വാസങ്ങൾ. അതിനെപ്പറ്റി ഒരു വാക്ക് ഞാൻ ഇവിടെ സൂചിപ്പിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എന്റെ വീട്ടില് എന്റെ മോന്റെ രണ്ടാമത്തെ മകന്റെ ഭാര്യ, അവള് വന്നപ്പോഴാ എല്ലാ മുസീബത്തും തുടങ്ങിയത്. ഒരു ഉമ്മാന്റെ വർത്താനം. എന്റെ രണ്ടാമത്തെ മോന്റെ ഭാര്യ പോരക്ക് വന്നപ്പോഴാ എല്ലാ മുസീബത്തും തുടങ്ങിയത്. അന്ധവിശ്വാസമാണ് ഉമ്മമാരെ. അപ്പാവപ്പെട്ട പെൺകുട്ടിയെ സംബന്ധിച്ച് നിങ്ങളെ പറഞ്ഞതിന് റബ്ബ് നിങ്ങളെ ചോദ്യം ചെയ്യും. ഇതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, എന്റെ വീട്ടില് അതാ അയാള് കയറി ഇറങ്ങിയതിന്റെ ശേഷമാണ് പ്രശ്നം ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയൊക്കെ ചില അവലക്ഷണം പറയുന്നവരില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തിയറത വലാ ഹാമത വലാ സഫറാ. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവര് പക്ഷിയെ പറപ്പിക്കും. പക്ഷി പറക്കുന്നത് ഇടത് ഭാഗത്തേക്കാണോ എന്നാ പിന്നെ ഇന്ന കാര്യത്തിന് ഇറങ്ങിയിട്ട് ഫലമില്ല എന്ന് കരുതിയവർ മടങ്ങും. വലത്തോട്ടാണോ പറഞ്ഞത് എന്നാൽ അവർ ഇറങ്ങിപ്പുറപ്പെടും. ഇപ്പോഴും ഇല്ലേ ചില ചങ്ങാതികൾ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു കറുത്ത പൂച്ച വണ്ടിയുടെ മുന്നിൽ കൂടെ ഓടിയാല് ഇനി ഇന്ന് പോയാ ശരിയാവൂല എന്ന് പറഞ്ഞ് മടങ്ങുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, ഇയാളെ വണ്ടി വരുന്നതിന് ഈ പൂച്ചന്റെ കളറ് മാറ്റാൻ കഴിയോ? പിന്നെ പൂച്ചക്ക് അക്കരെ പോണ്ടത് ഇക്കരേക്ക് പോകാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഈ പൂച്ച പോകണമെങ്കിൽ ആദ്യം ഇയാളോട് പെർമിറ്റ് എടുത്തിട്ട് പോകാൻ കഴിയോ? സുബ്ഹാനല്ലാഹ്, ഏതെങ്കിലും ഒരു കാക്ക വന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയിലിരുന്ന് കുറച്ച് കരയുമ്പോഴേക്ക് ഈ കാക്കന്റെ കരച്ചില് എന്ന് പറഞ്ഞിട്ട് ദിക്റ് ചൊല്ലുന്ന കാക്കനെ കുറ്റം പറയുന്ന എത്രയോ ഉമ്മമാരില്ലേ? പിന്നെയോ വലിയൊരു പക്ഷി, കൂമൻ അല്ലെങ്കിൽ അതാ അതുപോലത്തെ ഒരു വലിയ പക്ഷി, ആ പക്ഷി അതാ ഏതെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുമ്പോഴേക്ക് അതാ മൂപ്പര് അതാ ഇസ്രായേലിനെ കൊണ്ടുവരുന്ന വണ്ടിയാണ് എന്ന് വിശ്വസിക്കുന്നവരില്ലേ? ചോദിക്കട്ടെ, ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെയും പ്രചരിപ്പിക്കേണ്ടതുണ്ടോ? ഇനി ഒരു കാര്യം പറയട്ടെ ഉമ്മമാരെ, സിഹ്ർ ചെയ്യാൻ വേണ്ടി പോകുന്ന ചില ആളുകളില്ലേ? സുബ്ഹാനല്ലാഹ്, എന്റെ പീടികയിൽ കച്ചവടം കുറവ്, അപ്പുറത്തെ പീടികയിൽ നല്ല കച്ചവടം. അക്കച്ചവടം ഇപ്പുറത്താക്കി കിട്ടാൻ വല്ല വയ്യുണ്ടോ എന്ന് ചോദിച്ചിട്ട് അതാ കണിശന്മാരെ, അതെ അതുപോലെ തന്നെ കാഹിരീങ്ങളെ, അതുപോലെ തന്നെ അതാ ചില ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരില്ലേ?
ആ ജ്യോത്സ്യന്മാര് ചെയ്യുന്നത് പോലെയുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ചിലർ മുസ്ലിയാരെ പേരിലോ തങ്ങളെ പേരിലോ അല്ലെങ്കിൽ അല്ലാത്ത പേരിലോ ശൈഖിന്റെ പേരിലോ കള്ളത്തരീഖത്തിന്റെ പേരിലോ ഇരുന്നിട്ട് സിഹറിന്റെ പ്രവർത്തനം നടത്തുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, ഇജ്തനിബുസ് സബ്അൽ മൂബിഖാത്ത്, 7 നശിപ്പിച്ചു കളയുന്ന തെറ്റുകളെ നിങ്ങൾ കയ്യൊഴിക്കണേ. അതിലൊന്നാണ് പടച്ച റബ്ബിന് കൂറുകാരുണ്ടെന്ന വിശ്വാസം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ പടച്ചവന് പങ്കുകാരുണ്ടെന്ന വിശ്വാസം. രണ്ടാമത്തതാണ് ഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അതേ, ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ഇന്നത്തെ തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ സബഉൽ മൂബിഖാത്ത് ചെയ്യുന്ന കക്ഷികളല്ലേ സുഹൃത്തുക്കളെ? അതേ, ബസ് സ്റ്റാൻഡിൽ പോയി ബോംബിടുന്നവര്, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ബോംബിടുന്നവര്, അതേ പ്ലെയിന് തട്ടിക്കൊണ്ടുപോകുന്നവര്, ട്രെയിനിന്റെ ബ്രേക്ക് മുറിച്ചു വെക്കുന്നവര്, അതേ ബസ് തട്ടിക്കൊണ്ടുപോകുന്നവര്, ബസ്സിന് തീ കൊടുക്കുന്നവര്, ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത എത്രയോ നിരപരാധികളെ കൊന്നുകളയുന്ന ഇന്നത്തെ തീവ്രവാദികൾ, ഭീകരവാദികൾ സബഉൽ മൂബിഖാത്തിൽപ്പെട്ട തെറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പാപികളല്ലേ? എന്നിട്ടത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് ഗുണകരമാണെന്ന് ഏതെങ്കിലും കക്ഷികൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഓ മുസ്ലിമേ, അത് ഇസ്ലാമിന്റെ ആശയമല്ല കേട്ടോ. ഒരൊറ്റ നിരപരാധിയെയും കൊല്ലാൻ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇസ്ലാം എന്തൊരു കാരുണ്യത്തിന്റെ മതമാണെന്ന് നീ ഓർക്കണം. അറിയാമല്ലോ, ബുഖാരിയിലെ ഹദീസ്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൽക്കരിക്കാൻ ക്ഷണിച്ചു ജൂതന്മാര്. എവിടെ? ഖൈബറിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ഭരണാധികാരിയാണ്. ആ ഭരണത്തിൻ കീഴിലുള്ള ഖൈബറിൽ അവിടെയുള്ള ജൂതന്മാരെ സൽക്കരിക്കാൻ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർഗീയത പഠിപ്പിച്ച നേതാവല്ല, ഭീകരവാദം അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഏറ്റവും ശക്തിയായി അവിടുന്ന് കള്ളുകുടിയെ വിമർശിച്ചതുപോലെ, വ്യഭിചാരത്തെ എതിർത്തതുപോലെ, അതുപോലെ അല്ലാഹുവിന്റെ റസൂൽ എതിർത്ത വിഷയമാണ് തീവ്രവാദം, ഭീകരവാദം. ആ ഭീകരവാദത്തിലേക്ക് ജനങ്ങളെ റസൂലുള്ളാഹിന്റെ പേരും പറഞ്ഞ് നയിക്കുന്നവരെത്ര വലിയ കുറ്റക്കാരാണ് മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരെ. നിങ്ങൾ ചിന്തിക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൈബറിലെ യഹൂദികൾ സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോ, സഹീഹുൽ ബുഖാരിയിലെ ഹദീസല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം സ്വീകരിച്ചു. ഭക്ഷണം മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ മാംസമെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊള്ളയിലിട്ടു. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, ഓ യഹൂദികളെ, നിങ്ങൾ എന്നോട് നേര് പറയോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കൂ മുഹമ്മദേ. ഇയാളെ ബാപ്പാരാണ്, ഇയാളെ അച്ഛനാരാണ്? ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് ചോദ്യം. യഹൂദികൾ പറഞ്ഞു, അയാൾ അച്ഛൻ ഇന്നാളാണ്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ നിങ്ങൾ പറഞ്ഞ വ്യക്തിയല്ല, ഇന്ന വ്യക്തിയാണ്, പേര് ഞാൻ പറഞ്ഞു തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരങ്ങ് പറഞ്ഞു കൊടുത്തു. യഹൂദികൾ ഇങ്ങനെ നോക്കുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറഞ്ഞ കാര്യം അറിയുന്ന ആളാണ്. ആരെന്ത് പറഞ്ഞാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറഞ്ഞ കാര്യം അറിയുന്ന ആളാണ്. മറഞ്ഞ കാര്യം അല്ലാഹ് പറഞ്ഞതല്ലേ, വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമാ. തങ്ങൾക്ക് അറിയാത്തതൊക്കെയും ആവശ്യമുള്ളതൊക്കെയും അങ്ങേക്ക് നമ്മൾ അറിയിച്ചു തന്നു കഴിഞ്ഞിട്ടുണ്ട് നബിയേ. ഖുർആനല്ലേ മുസ്ലിമീങ്ങളെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞത് കളവാണ്, നിന്റെ ബാപ്പ ഇന്ന വ്യക്തിയാണ്. പേരങ്ങ് പറഞ്ഞു കൊടുത്ത ജൂതന്മാരിങ്ങനെ അന്താളിച്ച് നോക്കുകയാണ്. പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, ഇനി നിങ്ങൾ എന്നോട് നേര് പറയോ, സത്യം പറയോ? ഓ പറയും മുഹമ്മദേ, പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? എന്നാ ചോദിക്കട്ടെ, നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീട്ടിന്റെ ഉള്ളുന്നതാ ഭക്ഷണമുണ്ടാക്കിയ പെണ്ണ് പറയുന്നു, വിഷം ചേർത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു. അവിടുന്ന് ചോദിച്ച്, എന്തിനാ വിഷം ചേർത്തത്? അവരെ മറുപടി, മുഹമ്മദേ, നിങ്ങൾ പടച്ചവന്റെ പ്രവാചകനാണോ എന്ന് പരിശോധിച്ചതാണ്. പ്രവാചകനാണെങ്കിൽ മറിഞ്ഞ കാര്യം അറിയണ്ടേ? സുബ്ഹാനല്ലാഹ്, ജൂതന്മാർക്ക് പോലും അറിയുന്ന ഒരു തത്വമാണിത്. പ്രവാചകന്മാര് മറിഞ്ഞ കാര്യം അറിയും. ഇരിക്കട്ടെ സഹോദരന്മാര്,
അതേ അറിയുകയും ചെയ്തല്ലോ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവരെ മറുപടി, നിങ്ങൾ റസൂൽ അല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിച്ചിട്ട് അങ്ങ് കഥ കഴിഞ്ഞാൽ നിങ്ങളെ പ്രശ്നം തീർന്നല്ലോ. റസൂൽ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത് പരീക്ഷിക്കാൻ ചെയ്ത പണിയാണ്. അത് മുട്ടിയപ്പോ പറഞ്ഞ മറുപടിയാ കേട്ടോ, ആത്മാർത്ഥമായി പറഞ്ഞതല്ല. ആത്മാർത്ഥമായി പറഞ്ഞതാണെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടല്ലോ അള്ളാന്റെ റസൂലാണെന്ന്. എന്നാൽ അവർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണ്ടേ? അതവർ പറഞ്ഞില്ലല്ലോ, വിശ്വസിച്ചില്ലല്ലോ. അപ്പോഴത് തൽക്കാലം തടിയെടുക്കാൻ പറഞ്ഞ മറുപടിയാണ്, അല്ലാതെ വിശ്വസിച്ച് പറഞ്ഞ മറുപടിയല്ല. ഇരിക്കട്ടെ, ഈ മറുപടി പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന ഒരാൾ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സഹാബത്തിൽ നിന്ന് ഒരാൾ ചോദിക്കുന്നു, നബിയേ അലാ ഖത്ലുഹാ, ഇതൊരു വല്ലാത്ത ചതിയല്ലേ ചെയ്തത്? ചെറിയ ചതിയല്ല ഇത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചീത്ത പറഞ്ഞതല്ല, കുറ്റം പറഞ്ഞതല്ല, നിസ്സാരപ്പെടുത്തിയതല്ല. അതിന്റെ ഒക്കെ അപ്പുറത്തല്ലേ റസൂലുള്ളാഹിന്റെ ശരീരം തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവിടുത്തേക്ക് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് സൽക്കാരം നടത്തിയിട്ട് ചതിച്ചിട്ട് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചതല്ലേ? അങ്ങനെ ചിന്തിച്ച തല ഇവിടെ വെക്കാൻ പറ്റുമോ? ആ തലയൊക്കെ വെട്ടിക്കളയണ്ടേ? നബിയേ ഞാനത്തല വെട്ടട്ടയോ നബിയേ? സുഹൃത്തുക്കളെ, ഈ ചോദ്യം എവിടെയാണെന്ന് ഓർക്കണം നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണം നടത്തുന്ന റസൂലുള്ളാഹിന്റെ ഭരണത്തിൻ കീഴിലുള്ള രാഷ്ട്രത്തിലാണിത്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രത്തിലല്ല കേട്ടോ, മറ്റ് സമുദായങ്ങൾക്ക് പങ്കാളിത്തമുള്ള ഭരണമുള്ള നാട്ടിലല്ല കേട്ടോ. അത്തരം നാടുകളെ സംബന്ധിച്ച് ജലാലീനി ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാമല്ലോ. അതേ മുഅ്മിനീങ്ങളുടെ എണ്ണവും വണ്ണവും അതാ വളരെ കുറഞ്ഞ പ്രദേശങ്ങളിലാകുമ്പോ, അതുപോലെ തന്നെ മുസ്ലിം ഭരണ പ്രദേശമാകാൻ സാഹചര്യമില്ലാത്ത നാടുകളാകുമ്പോ, അതേ 23 കൊല്ലത്തിൽ 13 കൊല്ലം മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച സാഹചര്യം, ആ സാഹചര്യമുള്ള പ്രദേശങ്ങളാകുമ്പോ അവിടെ നടപ്പാക്കിയ നിയമങ്ങൾ പോലെ അല്ലാതെ ഭരണം കയ്യിലെടുക്കാനോ നിയമം കയ്യിലെടുക്കാനോ മുസ്ലിമീങ്ങൾക്ക് പാടില്ലെന്ന് സർവ്വ തീവ്രവാദികളെയും ഭീകരവാദികളെയും പഠിപ്പിക്കാൻ വേണ്ടി ജലാലുദ്ദീൻ റഹിമഹുല്ലാഹ് തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഇതൊരു ജനാധിപത്യ രാഷ്ട്രമല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്താണ് റസൂലുള്ളാഹിനെ ചതിച്ചു കൊല്ലാൻ വേണ്ടി ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തത്. അപ്പോഴാ ചോദിക്കുന്നത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലത്തെ ഒരു വ്യക്തിയോ ചോദിക്കുന്നത്, അവളെ തല ഞാൻ വെട്ടട്ടെ നബിയേ? അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി ലാ, ബുഖാരിയിലെ ഹദീസാണ്, ലാ, അവളെ തല വെട്ടണ്ട, അവളെ തല വെട്ടണ്ട. എന്തേ കാരണം? ഒരിക്കലും തന്നെ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന രാജ്യത്ത് വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഒരു വിഷയം വന്നാൽ അതിന്റെ കേസ് കോടതിയിലേക്ക് പോകണം, അവിടെ വിചാരണ നടക്കണം. എന്നിട്ട് കോടതി വിധിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യന്റെ തലവെട്ടാൻ പറ്റൂല, കൈവെട്ടാൻ പറ്റൂല, വ്യഭിചാരിയെ എറിയാൻ പറ്റൂല, കള്ള് കുടിക്കുന്നവനെ തല്ലാൻ പറ്റൂല. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ നാട്ടിൽ നടപ്പാക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വ്യഭിചാരിയെ എറിയാനും കട്ടവന്റെ കൈവെട്ടാനും നിസ്കരിക്കാത്തവന്റെ തലവെട്ടാനും കമ്മിറ്റി ഉണ്ടാക്കി സക്കാത്തുകൾ പിരിച്ചെടുത്തിട്ട് വേണ്ടാത്തതിന് ചെലവഴിക്കാനുമൊക്കെ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ ദീന് പഠിച്ചവരല്ല. ആലിമീങ്ങൾ പഠിച്ചതുപോലെ അവര് പഠിച്ചിട്ടില്ല. അവരെ ക്ലാസുകളോ പ്രസംഗങ്ങളോ കേട്ട് മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ പെട്ടുപോകരുതേ. വേണ്ടതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാത്ത ഏതെങ്കിലും മുതഅല്ലിമീങ്ങളോ ഏതെങ്കിലും കക്ഷികളോ കുറച്ചൊക്കെ അങ്ങനെയും വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളാരും അതിൽ പെട്ടുപോകരുതേ. ഇസ്ലാമിന്റെ നിയമങ്ങൾ ഭദ്രമാണ്, അത് സുസ്ഥിരമാണ്. ഒരിക്കലും തന്നെ വ്യവസ്ഥാപിതമായ ഭരണം നടക്കുന്ന സ്ഥലത്ത് വ്യക്തികൾ നിയമം കയ്യിലെടുത്ത് ഫസാദ് ഉണ്ടാക്കാൻ പാടില്ല. ഫസാദ് എന്നാണ് അതിന്റെ പേര്, ജിഹാദ് എന്നല്ല. ജിഹാദ് എന്നതിന് പേര് വിളിക്കുന്നത് തെറ്റാണ്, അതിന്റെ പേര് ഫസാദ് എന്നാണ്. ഫസാദ് ഉണ്ടാക്കുന്നവർക്ക് സ്വർഗമല്ല. ഖുർആൻ പറഞ്ഞത് തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിൽ സ്ഥാനമാനം കിട്ടിയേക്കാം, ആ സ്ഥാനമാനം ഉദ്ദേശിച്ചുകൊണ്ടോ അതുപോലെ
അതുപോലെ തന്നെ ഫസാദ് ഉദ്ദേശിച്ചുകൊണ്ടോ പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗമില്ല. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ബോധം വേണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കതാ സമ്മതം കൊടുത്തില്ല. ഇതിനൊരുപാട് തെളിവുകളുണ്ട്. അത് ഞാൻ എന്റെ പ്രത്യേകം ഒരു സീരിയുണ്ട്, ഇസ്ലാം ജിഹാദ് ഭീകരത. ഞാൻ ചെന്നൈയിൽ വെച്ച് പ്രസംഗിച്ച പ്രസംഗമാണ്. ആ പ്രസംഗം ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേട്ടതിന് ശേഷം അതിന്റെ കോപ്പിയെടുത്ത് അവര് തന്നെ പോലീസ് സ്റ്റേഷനുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയാൻ കാരണം സർവ്വ സമുദായങ്ങളും പഠിക്കണം. മുസ്ലിങ്ങൾ ഭീകരവാദികളല്ല. ഇസ്ലാം ഭീകരവാദത്തിന് അംഗീകാരം കൊടുത്ത മതമല്ല. ഇസ്ലാം ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ആശയമാണ് ഭീകരവാദം. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിക തീവ്രവാദമെന്നോ ഇസ്ലാമിക ഭീകരവാദമെന്നോ ഞങ്ങളെ മതത്തിന്റെ പേരിൽ അത് വെച്ചുകെട്ടി സംസാരിക്കരുത്. ഞാൻ പറയട്ടെ, ഇസ്ലാമിക മദ്യപാനമുണ്ടോ? ഇസ്ലാമിക വ്യഭിചാരമുണ്ടോ? ഇസ്ലാമിക കൊള്ളയുണ്ടോ? ഇസ്ലാമിക കൊലയുണ്ടോ? തെറ്റായ കാര്യം ഇസ്ലാമിന്റെ പേരിൽ വെച്ചുകെട്ടുന്നത് എങ്ങനെ? ഒരിക്കലും തന്നെ ഇസ്ലാമിക തീവ്രവാദം അങ്ങനെ ഒരാശയമില്ലേ ഇല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അതേ ഖാലൂ ഇന്നാ തതയ്യർനാ ബികും. സഹോദരന്മാരെ, എന്തായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്? അവലക്ഷണമെന്ന ചിന്തയിൽ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നവരുണ്ട്, പാടില്ല. സിഹിർ ചെയ്യുന്നവരുണ്ട്, പാടില്ല. ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചിട്ട് മന്നതാ കാഹിനൻ ഔ സാഹിറൻ, ആരെങ്കിലും ഒരു സാഹിറിനെ സമീപിച്ചു, സിഹിർ ചെയ്യുന്നവനെ സമീപിച്ചു, ഔ കാഹിൻ അല്ലെങ്കിൽ അതാ കാഹിനൻ, വല്ലവനും ഒരു ജ്യോത്സ്യനെ സമീപിച്ചു, ഫസദ്ദഖ ബിമാ ഖാലഹു, എന്നിട്ട് അയാൾ പറഞ്ഞത് ശരിയാണെന്ന് വല്ലവനും വിശ്വസിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഇറക്കപ്പെട്ട ഖുർആൻ കൊണ്ട് അവൻ നിഷേധിച്ചവനായി, അവൻ നന്ദികേട് ചെയ്തവനായി. എത്രയോ ദിവസത്തെ അമല് തന്നെ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ പറ്റില്ലല്ലോ സുഹൃത്തുക്കളെ, പറ്റില്ലല്ലോ അവലക്ഷണത്തിന്റെ ചിന്ത, അവലക്ഷണത്തിന്റെ ചിന്ത. അപ്പൊ പൂച്ചമുറിയത്തിൽ ഓടിയ നിന്റെ പേരിൽ നിന്റെ പോക്ക് നീ നിർത്തിവെക്കണ്ട. അതുപോലെ തന്നെ പക്ഷികളെ പറപ്പിച്ചിട്ട് അതാ അന്ന് ജാഹിലിയ കാലത്ത് ചെയ്തതുപോലെ ചെയ്യേണ്ടതില്ല, ചെയ്യേണ്ടതല്ല. ഇപ്പോഴുമില്ലേ തത്തയും എടുത്ത് നടക്കുന്ന ചില അന്ധവിശ്വാസികൾ. എന്നിട്ടോ തത്തമ്മേ പൂച്ച പൂച്ച, എന്നിട്ട് തത്തനെ കൊണ്ട് സീട്ടെടുപ്പിക്കുക. എന്നിട്ട് ആ സീട്ടെടുത്തിട്ട് മൂപ്പർ ഇങ്ങനെ പറയാം. ചിലര് കൈ നോക്കിയിട്ട് പറയുന്നില്ലേ അങ്ങാതികളുണ്ട്. കുറ്റിയാടിയത് ഒരാള്, അയാള് കൈ നോക്കുന്ന ആള് ഒരു പീടികയിൽ കയറി കെട്ടിയിരുന്നു. നമ്മള് ഒരു സ്നേഹിതൻ ചെയ്തു, ഇയാളെടുത്ത് വല്ല കയറിയും കെട്ടിയെന്ന് കയറിച്ചെന്നിട്ട് കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. കൈ ഇങ്ങനെ നോക്കി. ഇയാൾ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠൻ പോയിട്ട് ഒരുപാട് കാലായി, ഒരു പിടുത്തമില്ല. അപ്പൊ ഇയാളിങ്ങനെ നോക്കി, ആ ജ്യേഷ്ഠൻ അടുത്ത കാലത്ത് വരൂന്ന് പറഞ്ഞു. ആ പീടികയിലുള്ള എല്ലാവരും ചിരി, കാരണം ഇയാൾക്ക് ജ്യേഷ്ഠൻ തന്നെ ഇല്ല, ഇയാൾക്ക് ജ്യേഷ്ഠൻ തന്നെ ഇല്ല, ഇതെങ്ങനെ വരാനാ? അപ്പൊ സഹോദരന്മാരെ, അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളുമായി നമ്മൾ പോകണ്ട. അതേ സമയത്ത് നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ ചില അടയാളങ്ങളൊക്കെയുണ്ട്. ആ അടയാളം വെച്ചുകൊണ്ട് ഇയാൾ ഇന്നാളെ മകനാണെന്നൊക്കെ പറയാൻ കഴിയുന്ന ചില വലിയ വിവരമുള്ള കക്ഷികളുണ്ട്. അത് ടെസ്റ്റ് കൊണ്ട് പറയുന്നത് പോലെ, ചില കാര്യങ്ങൾ മുഖം നോക്കി പറയുന്നത് പോലെ പറയുന്ന വിവരമാണ്. അതല്ലാതെ അന്ധവിശ്വാസത്തിന്റെ ഭാഗമല്ല. ഇപ്പോൾ ഞാനിതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അപ്പൊ അന്ധവിശ്വാസങ്ങളൊന്നും സ്ത്രീകൾക്ക് വേണ്ട, അതുപോലെ പുരുഷന്മാർക്കും വേണ്ട. ലാ തിയറത വലാ ഹാമത വലാ ഹാമത. അതേ, അങ്ങനെ നുടുളം കൂവുക, അതുപോലെ തന്നെ മറ്റു ചില പക്ഷികൾ കൂവുക എന്ന് പറഞ്ഞ് ഭയപ്പെടേണ്ട ഉമ്മമാരെ. പിന്നെയോ വലാ സഫറ
വലാ സഫറ, സഫർ മാസത്തിൽ ഒരു പണിയും പറ്റൂല എന്നൊരു ധാരണയുണ്ട്. അങ്ങനെ ഒരു ധാരണയും വേണ്ട. സഫർ മാസത്തിൽ യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല, സഫർ മാസത്തിൽ മറ്റ് വിഷയങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് ചില ദിവസങ്ങൾ, ചില സമയങ്ങൾ, ചില സംഗതികൾക്ക് കൂടുതൽ നല്ലതായ സമയങ്ങളുണ്ട്. യാത്ര പോകുന്നവർക്ക് ഏറ്റവും നല്ല ദിവസമാണ് വ്യാഴാഴ്ച, മറ്റൊന്നാണ് തിങ്കളാഴ്ച, മറ്റൊന്നാണ് ശനിയാഴ്ച. അതിനർത്ഥം ബുധനാഴ്ച പോകൽ തെറ്റാണെന്നല്ല, പോകാൻ ഏറ്റവും നല്ല സമയങ്ങളാണത്. അതുപോലെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിവസങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ ഏത് കാര്യവും രാവിലെ ചെയ്യുന്നതിൽ ബർക്കത്തുണ്ട്. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹിം, രാവിലെ ചെയ്യുന്ന കാര്യത്തിൽ ബർക്കത്ത് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയുണ്ട്. ഇതുപോലെ തന്നെ സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം അല്ലാഹു തആല പറഞ്ഞതല്ലേ നിങ്ങൾ അള്ളാന്റെ ഔദാര്യം തേടിക്കോ എന്ന് പറഞ്ഞതല്ലേ. അതുകൊണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു കച്ചവടം തുടങ്ങുന്നുവെങ്കിൽ അത് നല്ലതാണ്. കാരണം അള്ളാഹ് നല്ലത് തേടാൻ പറഞ്ഞ സമയമാണ്. വെള്ളിയാഴ്ച ഉച്ചക്ക് മുമ്പതൊന്നും വേണ്ട. അതേ സമയത്ത് വെള്ളിയാഴ്ച ഉച്ചക്ക് മുമ്പ് രാവിലെ നിക്കാഹ് പ്രത്യേകം നല്ലതാണെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. നിക്കാഹ് ചെയ്യാൻ ഏറ്റവും നല്ല സമയം ശവ്വാൽ മാസം നല്ലതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഉച്ചക്ക് മുമ്പ് രാവിലത്തെ സമയം നിക്കാഹിന് നല്ലതാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. നിക്കാഹ് പള്ളിയിൽ വെച്ചാകുന്നതാണ് നല്ലതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിരാവിലെ സുബഹിന്റെ സമയത്ത് തന്നെ ജുമാക്ക് വന്ന് അക്കൂട്ടത്തിൽ കുറെ ആലിമീങ്ങളൊക്കെ പങ്കെടുത്ത് പള്ളിയിൽ വെച്ച് അതാ അൽക്കഹും സലാത്തും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നതിനിടയിൽ ഒരു നല്ല കാര്യം നിക്കാഹും നടത്തിയാൽ നല്ലത് തന്നെ. പക്ഷേ നമ്മളെ നാട്ടിലൊന്നും പള്ളിയിൽ വെച്ച് നിക്കാഹ് കൂടുതൽ നടക്കാറില്ല. അതെന്തേ കാരണം? അതിന്റെ കാരണം നമ്മൾ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. എന്തേ കാരണം? നമ്മൾ പള്ളിയിൽ കയറിയാ എന്താ വേണ്ടതെന്നുള്ളതിനെ പറ്റി നമുക്ക് പലർക്കും അറിയില്ല. പള്ളിയിൽ കയറിയാ സൊറ പറയാൻ തുടങ്ങും, വർത്താനം പറയും, തർക്കം നടക്കും, വേണ്ടാത്തത് പറയും. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ നിന്ന് ഗീബത്ത് പറയും, നമീമത്ത് പറയും, ഫിത്ന പറയും, ഫസാദ് പറയും, തർക്കം കൂടും, പരസ്പരം ഒച്ചപ്പാടുണ്ടാക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടമായി നമ്മളെ കാലഘട്ടങ്ങളും നമ്മളെ പല പള്ളികളും അതപ്പതിച്ചപ്പോ നമ്മളെ പണ്ഡിതന്മാര് ഇനി നിക്കാഹും കൂടി ഇങ്ങോട്ട് പള്ളിയിൽ കയറ്റിയിട്ട് ഉള്ള പിയ്യാപ്പിളയും പുയ്യാപ്പിളുടെ പുയ്യാപ്പിളയും പിന്നെ അയാളെ ഏട്ടനും അനിയനും വന്നതും വരാത്തതും പോയതും അയാളെ കാത്തിക്കലും അയാളെ കുറ്റം പറയലൊക്കെ പള്ളിയിലാക്കണ്ട എന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ അതിന് വലിയ പ്രചോദനം നൽകിയിട്ടില്ലെന്നാണ് നമ്മുടെ നാടുകളിൽ തോന്നുന്നത്. അത് അവരുടെ നല്ല നിയ്യത്തായിരിക്കാം. കർമ്മശാസ്ത്ര നിയമമനുസരിച്ച് പള്ളിയാണ് നിക്കാഹിന് നല്ലത്. വെള്ളിയാഴ്ച ഉച്ചക്ക് മുമ്പാണ് നല്ലത്. അതിരാവിലത്തെ സമയം വെള്ളിയാഴ്ചയാണ് നല്ലത്. അതിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഒരുപാട് സാലിഹീങ്ങൾ ഒരുമിച്ച് കൂടുന്നതും നിക്കാഹിന് നല്ലതാണ്. നിക്കാഹ് കഴിഞ്ഞാൽ പ്രത്യേകം ദുആ നല്ലതാണ്. അങ്ങനെയൊക്കെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. അക്കാര്യം പറഞ്ഞത് കൊണ്ടൊരു കാര്യം ഉണർത്തട്ടെ. പല നിക്കാഹിന്റെ സദസ്സിലേക്കും വലിയ വലിയ മഹാന്മാരെ ക്ഷണിച്ചു കൊണ്ടുവരും. വലിയ തിരക്കുള്ള മഹാന്മാര്, പാണക്കാട് തങ്ങള്, ഉള്ളാൾ തങ്ങള്, അതുപോലെ അലിബാബക്ക് തങ്ങള്, അങ്ങനെയുള്ള തങ്ങന്മാര്, അതുപോലത്തെ വലിയ വലിയ ആലിമീങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവരും. അവര് വലിയ തിരക്കുള്ളവരായിരിക്കും. ഒരു തിരക്കൂലാത്ത നമ്മളെ പൊയ്യാപ്പുണ്ട ഉപ്പ മൂപ്പരെയും കാത്തിട്ടതാ തങ്ങന്മാര് കാത്തിരിക്കുന്നു, ആലിമീങ്ങള് കാത്തിരിക്കുന്നു. 1000 തിരക്കുള്ള മനുഷ്യന്മാരെ ഒരു തിരക്കൂലാത്ത ഈ മനുഷ്യൻ സുബ്ഹാനല്ലാഹ് നിശ്ചയിക്കുമ്പോ ആ പ്രായം ചെന്ന മനുഷ്യനുണ്ട്, അയ്യാചാരുണ്ട്, അയാൾ അന്ന് എന്നെ ഓർമ്മിച്ചിട്ടുണ്ട്. എന്നിട്ടും മൂപ്പരിങ് എത്തിക്കഴിയുന്നില്ല. ഇങ്ങനത്തെ ദ്രോഹം ചെയ്യരുതേ കാരണവന്മാരെ, ഇത്തരം ദ്രോഹം ചെയ്യരുതേ പുതിയാപ്പിളമാരെ. ഒന്നുകൂടി പറയട്ടെ, ഞാനൊരു കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ അവിടുന്ന് 2 കുട്ടികളെ കയ്യും പിടിച്ചൊരു പെൺകുട്ടി ഇറങ്ങി ഓട്ടോറിക്ഷയെ കയറാൻ പോവാണ്. ഞാൻ ചോദിച്ചു എവിടെയാ പോന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു അത് ഭർത്താവിന്റെ ഉമ്മാനെ കൂട്ടാൻ പോവാണ് ഇവള്. ഇന്നാലില്ല, ഇത്ര ദുഷിച്ച മനസ്സുള്ള ഉമ്മമാരാകരുതേ ഉമ്മമാരെ. പാവപ്പെട്ട പെൺകുട്ടി കല്യാണത്തിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം അനുജത്തിന്റെ കല്യാണം അല്ലെങ്കിൽ ആങ്ങളന്റെ കല്യാണം നടക്കുമ്പോ നിങ്ങളെ ചെറിയ പിഞ്ചുമക്കള് നിന്റെ മകന്റെ മക്കളാണത്. ആ പിഞ്ചുമക്കളെ കയ്യും പിടിച്ച് കാണുന്ന ഓട്ടോറിക്ഷയെ കയറിയിട്ട് അല്ലെ കാറി കയറിയിട്ട് നിന്നെ കൂട്ടാൻ വരാൻ ചോദിക്കട്ടെ ഉമ്മമാരെ,
നിങ്ങൾ ഇത്ര വലിയ രാജാക്കന്മാരാണോ? ഈ പെൺകുട്ടി വരണോ നിങ്ങളെ വിളിക്കാൻ? നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് വഴിയറിയില്ലേ? ഈ കിബിറും കൊണ്ട് നടന്നാൽ അള്ളാഹ് സ്വർഗത്തിലെത്തിക്കോ? ഈ കിബിറും കൊണ്ട് ഇരുന്നാൽ അള്ളാഹ് നന്നാക്കുമോ? അതുകൊണ്ട് മനസ്സൊന്ന് നന്നാക്കിയിട്ട് ലോകത്തൊരാൾക്കും എന്നെ കൊണ്ട് ശല്യമുണ്ടാകരുത്, ഒരു വീട്ടിലും എന്നെ കൊണ്ട് പ്രയാസമുണ്ടാകരുത് എന്ന നിലയ്ക്ക് വളരെ നേരത്തെ തന്നെ ആ വീട്ടിലെത്തിയ കല്യാണങ്ങളൊക്കെ സന്തോഷത്തിൽ കഴിഞ്ഞ് ബറക്കത്തോടെ തിരിച്ചു വരണേ ഉമ്മമാരേ, പുതിയാപ്പിളമാരേ, കാരണവന്മാരേ. തർക്കത്തിൽ ബറക്കത്തില്ല കേട്ടോ. ആ കല്യാണം നടക്കുന്ന ദിവസവും കുറെ തർക്കവും കുറെ പരസ്പരം വിയോജിപ്പും കുറെ പങ്കെടുക്കലും പങ്കെടുക്കാതിരിക്കലും ഒക്കെ അത് വളരെ താഴ്ന്ന ഏർപ്പാടാണ്. അത്തരം താഴ്ന്ന ഏർപ്പാടുമായി ജീവിക്കുന്നവരാകാതെ മാനമായ സ്വഭാവത്തിൽ മനുഷ്യരോട് പെരുമാറി എന്നെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ലെങ്കിലും ഒരു ഉപദ്രവവുമില്ലാതെ ജീവിക്കണമെന്നൊരു ചിന്ത നമ്മളെ മനസ്സിൽ വളർത്തിയെടുക്കണേ ഉമ്മമാരേ. ഖാലൂ ഇന്നാ തതയ്യർനാ ബികും. അതെ, ആ ശത്രുക്കൾ പറഞ്ഞതാണ്, നിങ്ങൾ അതാ അവലക്ഷണമുള്ള കക്ഷികളാണ്, നിങ്ങൾ നമ്മളെ നാട്ടിൽ വന്നു നോക്കുമ്പോ ഞങ്ങൾക്ക് മഴയില്ലാതെയായി പോയി എന്നാണ് ശത്രുക്കൾ പറഞ്ഞത്. ഖാലൂ ഇന്നാ തതയ്യർനാ ബികും ലഇൻ ലം തൻതഹൂ ലനർജുമന്നകും വലയമസന്നകും മിന്നാ അദാബുൻ അലീം. അപ്പോഴാ ഈ മഹാന്മാരെ മറുപടി, ഖാലൂ ത്വാഇറുകും മഅകും ഇൻ ദുകിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. ഉപദേശം സ്വീകരിക്കുന്നതിന് പകരം ഉപദേശിക്കുന്നവരെ എന്തുണ്ട് ചെയ്യാനെന്ന് ചിന്തിക്കുന്ന അതിര് വിട്ട് കടന്ന സമൂഹമായി പോയി നിങ്ങൾ. നിങ്ങൾ ചെയ്തൊക്കെ നിങ്ങളെ കൂടെയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താൽ പടച്ചവന്റെ പല ശിക്ഷകളും പല വിഷമങ്ങളും ഇറങ്ങിയേക്കാം. അതിനൊന്നും ഞങ്ങളല്ല ഉത്തരവാദികൾ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ മഹാന്മാർ അവിടെ മറ്റുള്ളവരുടെ പല വിമർശനങ്ങളും ഒരു കാരണവുമില്ലാതെ വിമർശനങ്ങളെ അവർ നേരിടുന്ന സംഭവങ്ങളുണ്ടായി. ഇരിക്കട്ടെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി ജീവിക്കുമ്പോൾ അവർക്ക് വലിയ പല പവറുകളും അള്ളാഹു തആല നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലുണ്ട്, ലാ ശൂമ വയകുശൂമുൻ ഫിൽ ഫറസി വൽ മർഅതി വൽ മസ്കനി എന്നുണ്ട്. ആ ഹദീസിന് പണ്ഡിതന്മാർ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പല വിവരണങ്ങളും നൽകിയിട്ടുണ്ട്. അതിലൊരു വിവരണമാണ് നല്ല വീട്, നല്ല ഭാര്യ, അതുപോലെ തന്നെ നല്ല ഒരു വാഹനം. ഇങ്ങനെ ഒരു മനുഷ്യന് ബറക്കത്തുള്ള ഭാര്യമാരെയും ബറക്കത്തുള്ള വാഹനങ്ങളെയും ബറക്കത്തുള്ള വീടുകളെയും ലഭിക്കാറുണ്ട്. പലപ്പോഴും അത്തരം വിഷയങ്ങൾ ജീവിതത്തിൽ ഒരു ഗുണവും ചെയ്യാത്തതായി കാണുമ്പോൾ വേണമെങ്കിൽ കൈമാറുന്നത് തെറ്റല്ല. പക്ഷെ അന്ധവിശ്വാസത്തിന്റെ പേരിലാകരുത്, കാര്യകാരണത്തിന്റെ പേരിലായിരിക്കണം. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം റബ്ബിന്റെ മേൽ തവക്കുലാക്കലാണ്. അതല്ലേ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കോ മുഴുവൻ ആളുകളും, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. 7 പ്രാവശ്യം രാവിലെ ചൊല്ലിക്കോ, 7 പ്രാവശ്യം വൈകുന്നേരം ചൊല്ലിക്കോ. ഏത് മുസീബത്തിൽ നിന്നും കാവല് കിട്ടും കേട്ടോ. അത് റബ്ബിന്റെ മേൽ തവക്കുലാക്കുന്ന ദിക്റാണ്. രാവിലെയും വൈകുന്നേരവും സുന്നത്താണ്. അതുപോലൊരു 10 സലാത്തും ദിവസേന രാവിലെയും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലിക്കോ. എന്തിനും കാവലാണ് കേട്ടോ. പിന്നൊരു കാര്യം പറയട്ടെ, ചിലർക്കൊരു ധാരണയുണ്ട്, എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, വ്യാജത്തെ
തെരീക്കത്തുകൾക്കെതിരെ അതേ പെണ്ണിനെ പിടിച്ച് അന്യപെണ്ണിനെ പിടിച്ച് ചുംബിക്കുന്ന വടകര തെരീക്കത്തിനെതിരെ, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് മറ്റും ചില തെരീക്കത്തിന്റെ പേരിൽ അതാ പ്രവർത്തിക്കുന്ന കക്ഷികളുണ്ടല്ലോ, ഷിയാക്കളുടെ പരമ്പര സ്വീകരിച്ചുകൊണ്ട് നീങ്ങുന്ന. നേരത്തെ നമ്മൾ നാദാപുരത്തും കല്ലാച്ചിയിലുമൊക്കെ പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞ വേങ്ങാട് തെരീക്കത്തും അതുപോലെ യൂസുഫ് സുൽത്താന്റെ തെരീക്കത്തും അതൊക്കെ ഷിയാക്കളെ പരമ്പരയാണ്, അതിന്റെയൊക്കെ അടിസ്ഥാനമെന്ന് മുൻകാലങ്ങളിൽ ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞതും തെളിവ് പറഞ്ഞതുമാണ്. അത്തരം കക്ഷികൾ മുസ്ലിയാരെ അവർക്കെതിരെ വഅദ് പറഞ്ഞാൽ ചില മുസ്ലിയാമാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവർ സിഹിർ ചെയ്ത് ശരിയാക്കി കളയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറയട്ടെ, വമാഹും ബിളാദീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ഉദ്ദേശമില്ലാതെ, അല്ലാഹുവിന്റെ കഴിവില്ലാതെ, അവൻ കഴിവ് കൊടുക്കാതെ, അവൻ ഉദ്ദേശിക്കാതെ, അവന്റെ ഉത്തരവില്ലാതെ ഇവിടെ ഒരു സാഹിറിനും ഒരു സിഹിറുകാരനും ഒരു മാരണ പ്രവർത്തകരും ഒരു ശത്രുവിനും ഒന്നും ചെയ്യാൻ കഴിയൂല കേട്ടോ. അതാ റബ്ബ് പറഞ്ഞത്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. അല്ലാഹുവിന്റെ മേലെ നിങ്ങൾ അങ്ങ് ബരമേൽപ്പിച്ചോ, അവൻ നിങ്ങൾക്ക് മതിയായവനാണ് കേട്ടോ. ഓ സുഹൃത്തുക്കളെ, ഉമ്മമാരെ, സുബ്ഹാനല്ലാഹ്, സിഹിറിനൊക്കെ ഒരാൾ ഒരു സിഹിർ ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 10 ഇരട്ടി അങ്ങോട്ട് അനുഭവിക്കാൻ മാത്രം ശക്തിയുള്ള ദിക്റുകളുണ്ട്, ഖുർആനിലെ ആയത്തുകളുണ്ട്. അതുകൊണ്ട് സിഹിർ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ട് ആരും പേടിപ്പിക്കണ്ട, അത് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. അതിനേക്കാൾ ശക്തിയുള്ളത് അല്ലാഹുവിന്റെ അധികാരത്തിലുണ്ട്, പരിശുദ്ധ ഖുർആൻ. അത് ഏറ്റവും വലുതാണ്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഇപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഞാൻ സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ മേൽ ശരിക്കും ഏൽപ്പിക്കണം, നാം എല്ലാ കാര്യവും അല്ലാഹുവിന്റെ മേൽ ഏൽപ്പിക്കണം. എന്നാൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. അതേ സമയത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഹദ്ദാദ് റാത്തീബ് ദിവസം ചൊല്ലാൻ നിങ്ങളുണ്ടോ? വിർദുൽ ലത്തീഫ് ചൊല്ലാനുണ്ടോ? യാസീൻ സൂറത്ത് ഓതാനുണ്ടോ? അതുപോലെ തന്നെ ഖുർആൻ ഓതാനുണ്ടോ? ഏതും നേരിടാൻ സാധിക്കും അല്ലേ? ലാ യസ്തതിഉ അഹൽ ബതല, ബുഖാരിയുടെ ഹദീസ് അല്ലേ? ലാ യസ്തതിഉ അഹൽ ബതല, അൽ ബഖറ സൂറത്തിലോട് ഒരു കക്ഷിക്കും നടക്കൂല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വെറുതെ പറഞ്ഞതാ. നിങ്ങൾ ചോദിച്ചു നോക്കി, നമ്മളെ ബഷീറിനോട്, നമ്മളെ ഓഫീസിലുള്ള ബഷീറിനോട് ചോദിച്ചു. ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനും ഭാര്യ ഇടക്കിടക്ക് തെറ്റിപ്പോന്നു, മുമ്പൊരിക്കലും തെറ്റില്ല, ഇപ്പൊ ഇടക്കിടക്ക് തെറ്റിപ്പോന്നു. ഞാൻ ബഷീറിനോട് പറഞ്ഞു, ബഷീറെ നീ ഒരു കാര്യം ചെയ്തോ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഇതിനു മുമ്പ് അല്ലെങ്കിൽ രാവിലെ സൂറത്തുൽ ബഖറ ഓദിക്കോ, ഫാത്തിഹ ഓദിക്കോ, അൽ ബഖറ ഓദിക്കോ, ഖുൽ ഹുവല്ലാഹു ഓദിക്കോ, ഖുൽ റബ്ബിൽ ഫൽഖ് ഓദിക്കോ, ഖുൽ റബ്ബിൻ നാസ് ഓദിക്കോ, എന്നിട്ട് ഉറങ്ങിക്കോ. ഉറങ്ങി 2 ദിവസം കഴിഞ്ഞ് ഞാൻ കയറി പോകുമ്പോ ബഷീറോട് ഉസ്താദേ ഒരു അത്ഭുതം ഉണ്ടായി. എന്തേലും ചോദിച്ചു. ഞാൻ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ തന്നെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ നിങ്ങൾ പറഞ്ഞു എന്റെ വീട്ടിന്റെ മുമ്പിലുള്ള ഒരു ചട്ടി, ആ ചട്ടിയുടെ ചോടുള്ള ഒരു സാധനം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ ഭാര്യയും കൂടി ഇറങ്ങി വന്ന് ചട്ടി പൊക്കി നോക്കുമ്പോൾ ഒരു തകട കിട്ടി. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു ഞാൻ അമ്പയ്ക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞമ്മക്കതാ പണി, ഭാര്യയും ഭർത്താവും കിടന്നു നോക്കുമ്പോൾ അങ്ങോട്ട് പോക്കാ പണി. ഓ സഹോദരന്മാര്, പക്ഷേ അത് സൂറത്തുൽ ബഖറയുടെ പവറാണ്, സൂറത്തുൽ ബഖറയുടെ പവറാണ്. സൂറത്തുൽ ബഖറക്ക് വലിയ പവറാണ്. പരിശുദ്ധ ഖുർആൻ വലിയ പവറുള്ളതാണ്. പക്ഷേ അതിൽ ശരിക്കുള്ള വിശ്വാസം വേണം. വിശ്വാസമില്ലാതെ ചെയ്താ ഫലം കിട്ടൂല. റഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഈമാനുള്ളവർക്കാണ് ഫലം. സൂറത്ത് യാസീനിന്റെ ബഹുമാനം പറയുമ്പോ പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, നിങ്ങളൊരു പാത്രത്തിൽ ജഅഫറാന് കുങ്കുമമെടുത്ത് കുങ്കുമം കൊണ്ട് യാസീൻ ഒരു തളികയിൽ എഴുതിയിട്ടത് കുടിച്ചോ. ഖുർആൻ മനപ്പാടമാക്കാൻ ഒരുങ്ങിയിട്ട് മനപ്പാടം കിട്ടാത്തവർക്ക് മനപ്പാടം കിട്ടും. ഹൃദയത്തിലേക്ക് 1000 പ്രകാശം കടക്കും. അങ്ങനെ സൂറത്ത് യാസീനിന്റെ പവർ പറയുമ്പോഴും പണ്ഡിതന്മാര് പറഞ്ഞില്ലേ, ആയത്തുകൾക്ക് ഖുർആനിന് ദിക്റിനൊക്കെ വലിയ പവറുകളുണ്ട്. അതൊന്നും ആരും നിഷേധിക്കാൻ പോണ്ട. ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു സാധനം കട്ടുപോയി, അങ്ങനെ പോയി കുറെ പറഞ്ഞു. എല്ലാം കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു, പഠിച്ചോനെ തിരിച്ചേട്ടതാണ്. ഈ പെണ്ണുങ്ങളോട് ചോദിക്കുക, അത് കിട്ടുമോ ഉസ്താദേ? ഞാൻ പറഞ്ഞു, ഞാനത് എടുത്തു വെച്ചിട്ടില്ല എന്ന്. അങ്ങനെ കിട്ടുമോ കിട്ടൂല എന്ന് പറയാ, അത് പറയാൻ കഴിയുമോ? അത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
ഒരിക്കലും തന്നെ ജ്യോത്സ്യന്മാരെ സമീപിച്ച് അത്തരം കാര്യങ്ങളൊന്നും ചോദിച്ചേക്കരുത്. പിന്നെ സഹോദരന്മാർ, ഒരു കാര്യം കൂടി ഞാൻ പറയാണ്. നല്ല വീടെടുത്ത് വെച്ചു, പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നൊരു ചങ്ങാതിയെ മൂപ്പര് വന്നിട്ട് പറഞ്ഞു, ഈ റൂം അങ്ങ് പറിച്ചു കളയണം, മറ്റേ റൂം അപ്പുറത്താക്കണം, ഇപ്പുറത്താക്കണം. സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിനുറുപ്പിക ചെലവഴിച്ച സാധുവിന്റെ പണം മുഴുവനും തൊലച്ചു. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില കക്ഷികൾ അവരുടെ ദേവാലയങ്ങളിലും ദൈവങ്ങളിലുമൊക്കെയുള്ള വിശ്വാസപ്രകാരം, അവരുടെ ദൈവത്തിന്റെയും ദേവാലയങ്ങളിലുള്ളയും ചില വിശ്വാസപ്രകാരം അവരുടെ വിഗ്രഹങ്ങളുടെ തലയും കാലുമൊക്കെ നിൽക്കുന്ന സ്ഥലം നോക്കിയിട്ട്, സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ ചെന്നപ്പോ അവിടെ വണ്ടി കയറാൻ വല്ലാതെ ബുദ്ധിമുട്ട്. ഞാൻ ചോദിച്ചു, എന്തി അതിലെങ്ങ് മുറിച്ചാ പോരെ? എന്നോട് പറഞ്ഞ കന്നിമൂലയാ ഉസ്താദേ, കന്നിമൂലയാ മുറിച്ചാൽ അപ്പാട് ഹലാക്കായി പോകും. ഞാൻ ചോദിച്ചു, എന്റെ വീട്ടിന്റെ കന്നിമൂല കണ്ടിനോ നിങ്ങൾ? ഞാൻ ഇതുവരെയും ഹലാക്കാകാതെ ബാക്കിയില്ലേ? ഓ സുഹൃത്തുക്കളെ, പറയട്ടെ, വീടുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തങ്ങന്മാരെ വിളിച്ചോ, ആലിമീങ്ങളെ വിളിച്ചോ, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചോ, എന്നിട്ട് അവരൊരു ബറക്കത്തിന് വേണ്ടി ഒരു സ്ഥലം കാണിച്ചു തന്നാൽ അത് നിങ്ങൾ നിർണയിച്ചോ? അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് തെറ്റല്ല. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. കന്നിമൂല എന്ന് പറയുന്ന ഭാഗം ഒരുപക്ഷെ തെക്കൻ വെയിൽ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ അതാ ഇരിക്കുന്നവർക്ക് ആരോഗ്യം കുറയാൻ സാധ്യതയുണ്ട്. അവിടെ വെയിലെപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ആ സ്ഥലത്ത് നല്ല മരം വെച്ച് പിടിപ്പിച്ചാൽ, അതുപോലെ ഉയർന്നു നിന്നാൽ വെയിലിനൊരു തണല് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ കാലത്ത് ചിലരൊക്കെ ആ ഭാഗത്ത് അതാ ഒരു പുളിമരം നട്ടിട്ടുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും മരം നട്ടിട്ടുണ്ടെങ്കിൽ, അവിടെ കുറച്ച് ഉയർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ തെക്കൻ വെയിൽ അടിക്കാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. അതൊക്കെ ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമാക്കിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഇക്കാര്യവും ഞാൻ സൂചിപ്പിക്കുകയാണ്. ബാക്കി കൂടുതൽ അറിയേണ്ടവർ തങ്ങളോട് ചോദിച്ചാൽ മതി. സഹോദരന്മാരെ, ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ട് അന്ധവിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളെ പണം നശിപ്പിക്കണ്ട, നിങ്ങൾ ഉള്ളതൊക്കെ തിരിമറി നടത്തണ്ട. അതേസമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസ് നിർമ്മിക്കുന്നത് നല്ലതല്ലല്ലോ. കാരണം പടിഞ്ഞാറ് ഭാഗം ഖിബ്ലയുടെ ഭാഗമല്ലേ. ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് അതാ കക്കൂസിലാകുമ്പോൾ മലമൂത്ര വിസർജനം ഹറാമല്ലെങ്കിലും അതൊരു ഖിബ്ലയുടെ ഭാഗമായതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗം കക്കൂസ് ഉണ്ടാക്കുന്നത് നല്ലതല്ലല്ലോ. അത്തരത്തിലുള്ള ചില വിഷയങ്ങളൊക്കെ വിവരമുള്ളവർ ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കും. അതുകൊണ്ട് അത്തരം വിഷയം അറിയുന്നവരുമായി ഒന്നും ബന്ധപ്പെടണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. പക്ഷേ കൂടുതൽ വിവരമില്ലാതെ അന്ധവിശ്വാസങ്ങളൊക്കെ വലിയ സത്യവിശ്വാസങ്ങളാക്കി അവതരിപ്പിക്കുന്ന ചില പുസ്തകങ്ങളും പരിപാടികളൊക്കെയുണ്ട്. അതിലൊന്നും നിങ്ങൾ പെട്ടുപോകണ്ട എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇരിക്കട്ടെ, അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് നീങ്ങുക. إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. നല്ല ദിവസങ്ങളുണ്ട്, അത് നിഷേധിക്കണ്ട. ചില ദിവസങ്ങൾക്ക് ചില മഹത്വങ്ങളുണ്ട്, അത് നിഷേധിക്കണ്ട. ചില ദിവസം ചിലതിന് നല്ലതല്ലാത്ത ദിവസങ്ങളുണ്ട്, അതും നിഷേധിക്കണ്ട. ബുധനാഴ്ച ദിവസം നഖം മുറിക്കണ്ട. അതുപോലെ അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഹദീസുകളിലൊക്കെ സൂചിപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. അതൊന്നും നിഷേധിക്കാനും പോണ്ട, മൊത്തത്തിൽ നിഷേധിക്കാൻ പോണ്ട. അതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഞാൻ ഇടയ്ക്കൊരു സൂചന മാത്രം പറഞ്ഞതാ. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദീനീ പ്രബോധന രംഗത്ത് നേരിടേണ്ടി വന്ന വിഷയങ്ങളെ തരണം ചെയ്യാൻ അതാ ഓരോ വിഷയങ്ങളും അല്ലാഹു തആല പഠിപ്പിക്കുന്നതിനിടയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മുൻകാലത്ത് ദൂതന്മാര് പോയപ്പോൾ ആ ദൂതന്മാർ അവിടെ വെച്ച് പറഞ്ഞ വാചകങ്ങൾ എന്താണ്? വാചകങ്ങൾ, നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം, നിങ്ങളാണ് കുറ്റക്കാര്, അതുകൊണ്ട് പലതും ഇവിടെ നടക്കുന്നുണ്ടാകാം. സഹോദരന്മാരെ, അപ്പോൾ അവരെ കൊന്നുകളയാനാണ് അവരെ തീരുമാനം.
അപ്പോഴാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. തെളിവ് കിട്ടിയപ്പോൾ സത്യം അംഗീകരിച്ച ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു പട്ടണത്തിന്റെ മധ്യത്തിൽ നിന്ന് അതാ ഓടിക്കെതച്ച് വരുന്നു. ഈ സത്യം പറയുന്ന കക്ഷികളെ നിങ്ങൾ എതിർക്കല്ല ജനങ്ങളെ, അവരെ നിങ്ങൾ എറിയല്ല ജനങ്ങളെ. റജുലുൻ യസ്ആ, ആവേശത്തോടെ ഓടി വരികയാണ്. ചെറുപ്പക്കാരെ, ദീനിന്റെ പ്രചരണം നടത്തുന്ന പണ്ഡിതന്മാരെ അവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആവേശത്തോടെ ഓടിയെത്തണം ആവശ്യമുള്ള സ്ഥലത്ത്. അതിലേക്ക് സൂചനയാണ് ഈ ആയത്ത്. അതേ വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. നിയോഗിക്കപ്പെട്ട ഈ മഹാന്മാരെ നിങ്ങൾ പിന്തുടരുവീൻ. ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഇത്തബിഉ മല്ലാ യസ്അലുക്കും അജ്റൻ വഹും മുഹ്തദൂൻ. ആത്മാർത്ഥമായ പ്രബോധനമല്ലേ അവർ നടത്തുന്നത്. നിങ്ങളോടൊരു 5 പൈസ ആ വകയിൽ അവർ കൂലി ചോദിക്കുന്നില്ലല്ലോ. അവരാണെങ്കിൽ സന്മാർഗം പ്രാപിച്ചവരുമാണല്ലോ. അങ്ങനെ അവർ ആത്മാർത്ഥമായി ദീനീ പ്രവർത്തനം നടത്തുമ്പോ നിങ്ങൾ അവരെ പിന്തുടരൂ ജനങ്ങളെ. അവര് പറയുന്നത് സത്യമാണെന്നതിന് വ്യക്തമായ തെളിവുകൾ അവർ കാണിച്ചു തന്നവരല്ലേ. വമാലി അലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. എന്നെ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയ റബ്ബ്, അവനിലേക്കാണ് എന്നെ മടക്കപ്പെടുന്നത്. ആ മടക്കപ്പെടുന്ന റബ്ബ്, അവൻ ആരാധിക്കുന്നതിനെന്താണ് തടസ്സം? അവനെ തന്നെയല്ലേ ആരാധിക്കേണ്ടത്. അത്തഖിദു മിൻ ദൂനിഹി ആലിഹത്തൻ ഇൻ യുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. നിങ്ങളുടെ ഈ ദൈവങ്ങളുണ്ടല്ലോ, ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, അതൊന്നും തന്നെ പടച്ചവൻ നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാക്കാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടുക്കാൻ ഇവിടെ ഒന്നിനും കഴിയില്ല. അതേ, അവകൾക്കൊന്നും പടച്ചവന്റെ മുമ്പിൽ ഒരു റെക്കമെന്റിനും സാധ്യവുമല്ല. അവകൾ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതുമല്ല. ഇന്നീദല്ല ഫീ ളലാലിൻ മുബീൻ. അല്ലാഹയല്ലാത്ത മറ്റൊന്നിനെ ആരാധിക്കാൻ തുനിഞ്ഞാൽ ഞാനും വ്യക്തമായ വഴികേടിലായില്ലേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. നിങ്ങളൊന്ന് വിശ്വസിക്കൂ. ഞാനിതാ പ്രഖ്യാപിക്കുന്നു, ഞാൻ നിങ്ങളെ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. ഫസ്മഊൻ. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് അത് ഉൾക്കൊണ്ട് ജീവിക്കണേ. അതൊരർത്ഥമാണ്. ചില പണ്ഡിതന്മാര് പറഞ്ഞ മറ്റൊരർത്ഥം, ഓ മഹാന്മാരെ, ഞാനിതാ നിങ്ങൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചവരാണ്. ഞാൻ എല്ലാരെ പോലെ എന്നെയും നിങ്ങൾ കരുതരുത്. നിങ്ങൾ എന്നെ എനിക്ക് സാക്ഷിയായി പടച്ചവന്റെ മുമ്പിൽ ഒന്ന് സാക്ഷി നിൽക്കാൻ നിങ്ങളൊന്ന് ഞാൻ പറയുന്നത് കേൾക്കണേ. ഇരിക്കട്ടെ, ആ മഹാൻ തെളിവ് കിട്ടിയപ്പോൾ അംഗീകരിച്ച ആ മഹാൻ അവരോട് പ്രഖ്യാപിച്ചു, ജനങ്ങളെ നന്നാകാൻ വേണ്ടി 5 പൈസ വാങ്ങാതെ അദ്ദേഹം ഉപദേശം തുടരുകയാണ്. അപ്പോൾ അവരെന്താ ചെയ്തത്? അദ്ദേഹത്തെയും എറിയാനാ തീരുമാനിച്ചത്. മഹാനായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ അവരതാ എറിഞ്ഞൊല്ലാൻ തീരുമാനിച്ചപ്പോ മഹാനവറുകൾക്ക് എറിങ്ങനെ കൊടുക്കുമ്പോ എന്തൊരു മനസ്സാണ് ആ മഹാന്റെ മനസ്സ്. ആ സമയത്ത് ഇങ്ങനെ ഓരോ ഏറും കിട്ടുമ്പോ ആ മഹാൻ ഇങ്ങനെ പറയുന്നു, അല്ലാഹുമ്മ ഹ്ദി ഖൗമി, അല്ലാഹുമ്മ ഹ്ദി ഖൗമി, അല്ലാഹുമ്മ ഹ്ദി ഖൗമി. ശത്രുക്കള് നല്ല ഉരുളൻ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലുകയാണ് ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനെ. ആ സമയത്ത് മഹാൻ അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നില്ല, അവരെ ശപിക്കുന്നില്ല, അവരെ എതിർത്തൊന്നും അതാ ചീത്ത പറയുന്നില്ല, പകരം എറിയുന്നില്ല. ആ മഹാൻ ഇങ്ങനെ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഹ്ദി ഖൗമി, അല്ലാഹുമ്മ ഹ്ദി ഖൗമി, അല്ലാഹുമ്മ ഹ്ദി ഖൗമി. എന്റെ ജനങ്ങൾ, വിവരമില്ലാത്ത ജനങ്ങൾ,
ഞാൻ സത്യം പറഞ്ഞു കൊടുക്കുമ്പോ, ഞാൻ സത്യത്തിലേക്ക് നയിക്കുമ്പോ, എനിക്ക് കിട്ടിയ തെളിവുകൾ ഞാൻ വ്യക്തമായി വിവരിക്കുമ്പോ, പടച്ച റബ്ബേ അത് സ്വീകരിക്കുന്നതിന് പകരം അവരെന്നെ എറിയുന്നു. വിവരമില്ലാത്തത് കൊണ്ടാണ് അല്ലാ. അവരെ നന്നാക്കണം അല്ലാ, അവർക്ക് ഹിദായത്ത് കൊടുക്കണം അല്ലാ, അവരെ നന്നാക്കണം അല്ലാ. ആ എറിയുന്ന കക്ഷികൾക്ക് ഗുണകരമായി പ്രാർത്ഥിക്കുന്നതിനിടയിൽ എറിഞ്ഞെറിഞ്ഞ് ആ മഹാന് അവരങ്ങ് കൊന്നുകളഞ്ഞു. അപ്പോഴും ആ മഹാൻ അവർക്കെതിരായി പ്രാർത്ഥിച്ചില്ല, അവരെ നന്നാക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എന്തുണ്ടായി? മരണശേഷം അദ്ദേഹത്തിനുണ്ടായ കറാമത്തുകളും മറ്റു വിഷയങ്ങളും ഇൻഷാ അല്ലാഹു തൗഫീഖ് തന്നിട്ട് ഞാൻ നാളെ പറയും. നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു നമുക്ക് ഇനിയും ബാക്കി ഭാഗം കൂടി കേൾക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഒരു 3 സ്വലാത്ത് അല്ല, ഒരുപാട് ആളുകൾ ദുആക്കാൻ പറഞ്ഞു. കൂട്ടത്തിൽ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത് വാണിമേലിനടുത്തുള്ള ഒരു സംഭവമാണ്. എന്റെ കുട്ടി 5 രൂപ നാണയം വിഴുങ്ങിയിട്ട് 5 ദിവസമായി ശോധനയിലൂടെ ഒഴിവാക്കാൻ ഡോക്ടർ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ ഇന്നേക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചു. ഒഴിവായി കിട്ടിയാൽ സിറാജുലിലേക്ക് 500 രൂപ നേർച്ചയാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശോധനയിലൂടെ പുറത്തുപോയി 500 രൂപ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സംഖ്യ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ സ്ഥാപനത്തിന് തന്ന ബർക്കത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്ത് അത്ഭുതങ്ങൾ കണ്ട ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, ആ മഹത്തായ സ്ഥാപനത്തിന്റെ മുഴുവൻ ബർക്കത്തും നീ നിലനിർത്തി തരണം റഹ്മാനെ. ഇത് റംല എന്ന് പറയുന്ന വാണിമേൽ കോടിയൂറയുള്ള സ്ത്രീയാണ് കൊടുത്തയച്ചത്. ഞാൻ അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, ആ സ്ത്രീക്കും കുടുംബത്തിനും ഞങ്ങൾക്കുമൊക്കെ നീ ആരോഗ്യം നിലനിർത്തണം റഹ്മാനെ. മുസീബത്തിൽ നിന്ന് കാവൽ നൽകണം റഹ്മാനെ. അതുപോലെ മറ്റൊരാളെ സംബന്ധിച്ച് നേരത്തെ എന്നോട് പറഞ്ഞു, തീപ്പൊള്ളിയ സ്ത്രീയോ അല്ലെ, തീപ്പൊള്ളിയിട്ട് വളരെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞു. തീപ്പൊള്ളലേറ്റ സ്ത്രീ, ആ സ്ത്രീക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആ സ്ത്രീക്ക് എല്ലാവിധത്തിലുള്ള ആഫിയത്തും നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മുസൈം മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുന്നുണ്ട്. ഞാനിത് വായിച്ച് നോക്കുന്നുണ്ട്. ബുറൈബിൽ നിന്നും സിറാജുലുദിലേക്ക് 10,000 ഉറുപ്പിക കൊടുത്തയച്ച് ഒരാളെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനെ. ഖത്തറിൽ നിന്ന് ലേബർ പിടിച്ച് വ്യക്തി വിട്ടുകിട്ടാൻ വേണ്ടി ദുആക്കാൻ അല്ലാഹുവേ, അങ്ങനെ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ VP മഹ്മൂദായി തൂക്കുന്ന 1000 ഉറുപ്പിക തന്ന് ഇബ്രാഹിം ഹാജിക്ക് വേണ്ടി ദ്വാരക്കാൻ ഇവിടെ അതുള്ളപ്പോഴൊക്കെ വരുന്ന ആളായിരുന്നു അദ്ദേഹം. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. മസ്കത്തിൽ ഒരാൾ ആക്സിഡന്റിൽപ്പെട്ട് ICUവിലാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ.